കുഞ്ഞിൻ തുള്ളിയായി മംഗളം മൊഴിഞ്ഞ മാത്രയിൽ നെഞ്ചിൽ ചാഞ്ഞുറങ്ങവേ പൂ പൊഴിഞ്ഞു വീണു പാട്ടുകൾ ആരാരോ തേടുന്നു അന്തിനിലാവളിയേ അമ്മാനം മാനത്തെ കനവ് പോലെ പുതു കവിത പോലെ കടൽ പോലെ കാറ്റു പോലെ ഓർമ്മയിൽ അതിനിടയിൽ ഓർമ്മത്തെറ്റ് പോലെ ഇതെന്റെ കൈവശം ഉണ്ടാവാൻ പാടില്ല. മാഷ് ഇത് വാങ്ങണം. ഉപയോഗിക്കണമെന്നില്ല കേട്ടോ, എന്നാലും വാങ്ങണം. ഒരു നിരാശ കാമുകിയുടെ സമ്മാനമായിട്ട് മാഷ് ഇതിനെ കൂട്ടണ്ട. അതിനു മുമ്പ് നല്ല സുഹൃത്തുക്കളായിരുന്നില്ലേ നമ്മൾ? ആ സൗഹൃദത്തിന്റെ ഓർമ്മയ്ക്ക് ഇതിവിടെ ഇരിക്കട്ടെ. ഒരിക്കൽ കൂടി എന്റെ ആശംസകൾ. പോട്ടെ. ഒരു കാര്യം ചോദിക്കാൻ മറന്നു. വെറുതെ ഒരു കൗതുകത്തിനു വേണ്ടി ചോദിച്ചോട്ടെ. ലേഖ എന്നേക്കാൾ സുന്ദരിയാണോ മാഷേ? ആയിരിക്കും അല്ലേ? പോവമ്മേ.
നിങ്ങൾ രണ്ടുപേരും തമ്മിൽ മറ്റു പല രീതിയിലും അടുപ്പത്തിലാണെന്ന് ബാംഗ്ലൂരിൽ വെച്ച് അങ്ങനെ ഒരു സന്ദർഭത്തിൽ രണ്ടുപേരെയും ആ പയ്യന്റെ സുഹൃത്ത് കണ്ടെന്നോ ആ വിവരം അയാൾ ഹരീന്ദ്രനോട് പറഞ്ഞെന്നോ അങ്ങനെയൊക്കെയുള്ള വിഷയങ്ങളാ. എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കാനുള്ള അവകാശം ആർക്കും തീരെഴുതി കൊടുത്തിട്ടില്ല ഞാൻ. ആരെ വിശ്വസിക്കണം ആരെ ഒഴിവാക്കണമെന്നൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. പ്ലീസ്, വേണിക്ക് വേണ്ടി ഒരു വക്കാലത്തുമായിട്ട് ഇനി എന്നെ ഡിസ്റ്റർബ് ചെയ്യാൻ വരരുത്. വേണ്ട, എല്ലാം വരുത്തി വെച്ചിട്ട് വിഷമം അറിയിക്കാൻ ഇവിടെ വരെ ബുദ്ധിമുട്ടി വരണമെന്നില്ലായിരുന്നു. നിശ്ചയം കഴിഞ്ഞ ഒരു കല്യാണം നിങ്ങൾ കാരണോ അത് മുടങ്ങിയത്. ഇത്രയൊക്കെ ദ്രോഹിച്ചത് പോരെ സാറിന്? ഇനിയെങ്കിലും ദയവ് ചെയ്ത് ഞങ്ങളുടെ പാട്ടിന് വിട്ടേക്കണം. ദേ, ഒന്ന് നിന്നേ. ഇവളുടെ ഭർത്താവിന്റെ ഓപ്പറേഷന് നിങ്ങൾ ഒരുപാട് കാശ് തന്ന് സഹായിച്ചിട്ടുണ്ട്. അതൊന്നും തിരിച്ചു തരാൻ പെട്ടെന്ന് ഞങ്ങളെ കൊണ്ടായെന്ന് വരില്ല. ആ കടം തീരുന്നവരെ വേണി നിങ്ങളുടെ ശമ്പളക്കാരിയായി. MRC ഇവിടെ വന്നിരുന്നോ? മുറിയിലുണ്ട്. മൊബൈലിൽ വിളിച്ചിട്ട് സ്വിച്ച് ഓഫ്, ലാൻഡ് ലൈനിൽ വർക്ക് ചെയ്യുന്നില്ല. എന്തുപറ്റി? എന്താ ചന്ദ്ര? അത് പിന്നെ സാറ് പറഞ്ഞിട്ടാ റിസീവർ മാറ്റിവെച്ചത്. ഇവിടെയുണ്ടെന്ന് ആരുടെ പറഞ്ഞു പോകരുതെന്നാ ഓർഡർ. സാറിന് കാര്യമായ എന്തോ പ്രശ്നമുണ്ടെന്നാ തോന്നുന്നേ. എന്താ? നിന്നോട് വല്ലതും പറഞ്ഞോ? ഒന്നും പറഞ്ഞില്ല, എങ്കിലും എനിക്കങ്ങനെ തോന്നുന്നു സാർ. സാറിനറിയാലോ, കമ്പനിക്ക് 1-2 പെഗ് മാത്രം കഴിക്കുന്ന ആളായിരുന്നു. ഇപ്പോ 2 ദിവസമായി ഏത് നേരവും കുടി തന്നെ കുടി. ഇതിനു മുമ്പ് ഒരിക്കലും സാറിനെ ഞാനിങ്ങനെ കണ്ടിട്ടേ ഇല്ല. ഭക്ഷണം പോലും കഴിക്കാതുള്ള കുടിയാ. ദേ, ഇപ്പോഴും ഞാൻ ചെന്ന് വിളിച്ചതേ ഉള്ളൂ. എവിടെ പോയി ഒളിച്ചാലും താൻ എന്നെ തേടി പിടിക്കുമെന്ന് എനിക്കറിയാമായിരുന്നോ മാമ്പള്ളി. വാ, ഇരിക്കെ ഇരിക്കെ. ഞാനിന്ന് നല്ല മൂടില്ല. ഇപ്പോ മനസ്സിനൊരു ഭാരക്കുറവ് പോലെ. മനസ്സ് തുറന്ന് സംസാരിക്കാൻ ഒരാളെ കിട്ടണമെന്ന് വിചാരിച്ചതേ ഉള്ളൂ. അപ്പോഴതെന്റെ വരവ്. എന്താ ഇതിന്റെ അർത്ഥം? എന്തിനു വേണ്ടി എങ്ങനെയൊക്കെ? അതാടോ ഞാനും ഇപ്പൊ ആലോചിച്ചോണ്ടിരുന്നേ. എന്തിനു വേണ്ടിയായിരുന്നു ഇങ്ങനെയൊക്കെ? ഒരു MRC ബിസിനസ് മാഗ്നറ്റ്, മണ്ണാങ്കട്ട. ആരാടോ ഈ MRC? നത്തിങ് ബട്ട് എ ബിഗ് സീറോ. ഒരു വലിയ വട്ടപൂജ്യം, പമ്പര വിട്ടി. അല്ലേടോ മാമ്പിള്ളി? അതല്ലേ ഈ MRC?
എന്ന് ഇതുവരെ എനിക്ക് തോന്നിയിട്ടില്ല. എന്നാ ഇനി മുതൽ തോന്നണം. സ്വന്തം സുഖവും സന്തോഷവും മറന്ന് മറ്റുള്ളവർക്ക് വേണ്ടി ജീവിതം കളഞ്ഞുകുടിച്ച പമ്പര വിട്ടി സമ്പാദിച്ചു ഒരുപാട്. സ്വപ്നം കാണാൻ കഴിയുന്നതിനപ്പുറം. എന്നിട്ടും ആർത്തി തീരുന്നില്ല. രണ്ട് കൈ കൊണ്ടും വീണ്ടും വീണ്ടും വാരിക്കൂട്ടി. എന്നിട്ടൊടുവിൽ തിരിഞ്ഞു നോക്കിയപ്പോ കൂടെ ആരുമില്ല. അമ്മയെപ്പോലെ ഞാൻ സ്നേഹിച്ച കൂടപ്പറപ്പ് പോലും. എല്ലാവർക്കും MRC സമ്പാദിച്ചത് മതി. MRC ആർക്കും വേണ്ട. അങ്ങനെയൊന്നും കരുതരുത്. എല്ലാം നമുക്ക് ശരിയാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. ഇല്ലടോ, ഒന്നും ഇനി ശരിയാവും പോകുന്നില്ല. ഇനിയുള്ള ശരി ദാ ഇതൊക്കെയാ. ഇങ്ങനെ കുടിച്ച് മതിച്ച് ഒരൊറ്റയാനെ പോലെ സുഖിച്ച് അങ്ങ് ജീവിക്കാൻ പോവാടോ ഞാൻ. MRCക്ക് കഴിയുമോ അതിന്? ദേ, ഈ മൂത്ത് നോക്കി പറയേ, MRC കഴിയുമോ ഒരു ഒറ്റനാകാൻ? എത്ര ശ്രമിച്ചാലും MRCക്ക് അതിന് കഴിയില്ലെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ആവശ്യമില്ലാത്തൊന്നും ശീലമാക്കാൻ ശ്രമിക്കരുത്. ദേ, ഞാൻ ജീവിച്ചിരിക്കും കാലം അതിന് സമ്മതിക്കുകയില്ല. എല്ലാം ഞാൻ മതിയാക്കാം അമ്പിള്ളി. ബിസിനസ്സും ഈ സമ്പാദ്യവും ഒന്നും എനിക്കിനി വേണ്ട. വല്ലാതെ മടുത്തു എനിക്ക്. ആർത്തിപ്പൂണ്ട ഈ കൂട്ടങ്ങൾക്കിടയിൽ നിന്ന് എങ്ങോട്ടെങ്കിലും ഒന്ന് രക്ഷപ്പെടണം. പക്ഷേ അതിനു മുമ്പ് ഒരു കാര്യം ചെയ്തു തീർക്കാനുണ്ട്. ഞാൻ കാരണം ചീത്തപ്പേര് കേൾക്കേണ്ടി വന്ന ആ കുട്ടിയില്ലേ, അതിനെന്തെങ്കിലും അതിനിപ്പോ എന്താ ചെയ്യാ? അല്ല, എന്ത് ചെയ്താലാടോ ഞാനായിട്ടില്ലാതാക്കിയ ജീവിതത്തിന് പകരാവുക? മാമ്പള്ളി, എന്നും നിഴല് പോലെ എന്റെ കൂടെ ഉണ്ടായിരുന്ന ആളല്ലേ താൻ? പറ, എന്ത് പരിഹാരം ചെയ്താലാ ആ കുട്ടിയുടെ ശാപത്തിൽ നിന്ന് ഞാനൊന്ന് രക്ഷപ്പെടുക? പരിഹാരമൊക്കെ ഞാൻ പറയാം, ഇപ്പോഴല്ല. ആദ്യം ഇതിന്റെ വീര്യം ഒന്ന് ഇറങ്ങട്ടെ. വാ, വന്ന് കുറച്ചു നേരം കിടക്ക്. പിടിക്കണ്ട, വന്നേ. എന്നെ പിടിക്കണ്ട. I'm all right. I'm all right. എന്താ ആലോചിക്കുന്നേ? വേറെന്താ, അവളുടെ കാര്യം തന്നെ. ഒന്നും തെറ്റിപ്പിരിഞ്ഞു പോയില്ലായിരുന്നെങ്കിൽ ഇപ്പൊ ഇതൊരു കല്യാണ വീടാകേണ്ടതായിരുന്നു. നാളെ എന്റെ കുഞ്ഞിന്റെ കഴുത്തില് ഒരു താലി വീഴേണ്ടതായിരുന്നു. പോട്ടെ ചേച്ചി, എല്ലാം നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ നടക്കണമെന്നില്ലല്ലോ. എന്നാലും ഇതങ്ങനെയാണോടാ? എല്ലാരും കൂടി നിശ്ചയിച്ച് ഉറപ്പിച്ചതല്ലേ? എന്നിട്ടും അവൻ ഇതിന്ന് ഒഴിഞ്ഞു മാറാൻ മനസ്സ് വന്നല്ലോ. അവരമ്മയും മോനും കൂടി ഇടവും വലവും നടന്ന് ആഗ്രഹിപ്പിച്ചിട്ട് അവരെ കുറ്റം പറഞ്ഞിട്ട് എന്താ കാര്യം? ഒക്കെ അവളുടെ തലവിധി. ചിലപ്പോ ആ കുമാരൻ നായർ പറഞ്ഞ പോലെ എന്റെ മോൾക്ക് ഒരിക്കലും മംഗല്യഭാഗ്യം ഉണ്ടാവില്ലായിരിക്കും. ഗോവിന്ദ, അങ്ങനെയൊന്നും പറയരുത്. നിന്റെ മോക്ക് അങ്ങനെ ഒരു ദുര്യോഗം ഉണ്ടാവില്ല. അറിഞ്ഞുകൊണ്ട് ഒരു ഉറുമ്പനെ പോലും നോയിക്കാത്തവളാ എന്റെ കുട്ടി. ആ മനസ്സിന് ഈശ്വരൻ സർവ്വ ഐശ്വര്യങ്ങളും കൊടുക്കും. നീ സമാധാനപ്പെട. ഇതിന് നല്ലൊരു ബന്ധം നമ്മളെ തേടിയെത്തും. നീ സമാധാനപ്പെട. ഇതിന് നല്ലൊരു ബന്ധം നമ്മളെ തേടിയെത്തും. എന്തോ
എനിക്കിപ്പോ അങ്ങനെ ഒരു വിശ്വാസവും ഇല്ല. ജാതകം നോക്കിയിട്ട് എന്തൊക്കെയായിരുന്നു അന്ന് ആ പവിത്രൻ ജോത്സ്യൻ പറഞ്ഞത്? 10-9 പൊരുത്തം, ദാമ്പത്യം ബഹുകേമം. എന്നിട്ടിപ്പോ എന്തായി? കണ്ടില്ലേ, എന്റെ കുഞ്ഞിന്റെ കാര്യത്തില് അയാൾക്കും പഴച്ചു. ഗോവിന്ദ, ദൈവത്തെ മറന്ന് ജീവിക്കാത്തവരാ നമ്മള്. അപേക്ഷിക്കുന്നവരെ ചിലപ്പോ ഒരുപാട് പരീക്ഷിച്ചെന്നിരിക്കും, പക്ഷേ ഒരിക്കലും കൈയൊഴിയില്ല ദൈവം. നീ നോക്കിക്കോ, അവക്കൊരു നല്ല കാലം ഉണ്ടാവും. ഒക്കെ വരുന്നത് പോലെ വരട്ടെ. ഒരു കാര്യത്തിലേ സങ്കടമുള്ളൂ. കണ്ണടയുന്നതിന് മുമ്പ് അവളെ കൊള്ളാവുന്ന ഒരാളുടെ കയ്യിൽ ഏൽപ്പിക്കണം. അത്രയെങ്കിലും ദയ ഈശ്വരൻ കാട്ടിയാ മതി. ചേച്ചി കിടന്നോളൂ, എനിക്ക് അവളെ ഒന്ന് കാണണം. പുറമേ കാണിച്ചില്ലെങ്കിലും അവൾ ഒരുപാട് സങ്കടപ്പെടുന്നുണ്ടാവും. ഭഗവാനേ, അച്ഛൻ ഇതുവരെ ഉറങ്ങിയില്ലേ? എന്താ അച്ഛാ? അച്ഛൻ ഇപ്പോഴും പഴയതോരോന്നോർത്ത് മനസ്സ് വിഷമിപ്പിക്കാ? ദേ എന്നെ നോക്ക്, വല്ല ടെൻഷനുണ്ടോ? മതി, കള്ളം പറഞ്ഞ് നീ സ്വയം വിശ്വസിക്കാൻ ശ്രമിച്ചു. പക്ഷേ ഈ അച്ഛനെ വിശ്വസിപ്പിക്കാൻ നോക്കരുത്. എത്ര അഗ്നിശുദ്ധി വരുത്തിയാലും നിന്റെ മനസ്സിൽ മായാതെ കിടക്കുന്ന എന്താണെന്ന് ഈ അച്ഛന് നന്നായിട്ടറിയാം. അച്ഛാ, വേണ്ട മോളെ, ഇതൊക്കെ ഒരുപക്ഷെ ഈ അച്ഛന്റെ കർമ്മദോഷമായിരിക്കാം. ഭാഗ്യം കിട്ട ഈ അച്ഛനോട് മോള് പോർക്ക്. അച്ഛാ, അച്ഛൻ എന്താ പറഞ്ഞത്? ഭാഗ്യം കെട്ടവനാണെന്നോ? എന്റെ ഏറ്റവും വലിയ ഭാഗ്യം ഇങ്ങനൊരു അച്ഛന്റെ മകളായിട്ട് പിറന്നതാ. അതിൽ കൂടുതൽ പുണ്യമൊന്നും എനിക്കിനി വേണ്ടച്ച.